ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നലെ നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോയിൽ തന്നെ, അതായത് ലിക്വിഡ് റേഷ്യോസ് ഏതൊക്കെയാണ് നോക്കി. അത് ഫസ്റ്റ് കറണ്ട് റേഷ്യോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വരുന്നതാണ് ലിക്വിഡിറ്റി റേഷ്യോ, അല്ലെങ്കിൽ വേറൊരു പേരാണ് ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത്. ആ പേര് തന്നെ നമുക്കറിയാൻ പറ്റും. ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തിനെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്? ലിക്വിഡ് അസറ്റിനെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ലിക്വിഡ് അസറ്റിൻ്റെ പ്രത്യേകത എന്താ? എത്രയും പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുക, വിത്തൗട്ട് എനി ലോസ്, ഒരു നഷ്ടവും കൂടാതെ തന്നെ ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അസറ്റുകളെയാണ് ഇവിടെ നമ്മൾ ലിക്വിഡ് റേഷ്യോന് വേണ്ടി എടുക്കുന്നത്. അത് കറണ്ട് അസറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് അസറ്റ്. കറണ്ട് അസറ്റ് അല്ല, നമ്മൾ കഴിഞ്ഞാൽ കറണ്ട് റേഷ്യോയിൽ നമ്മൾ എടുത്തത് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയാണ്. പക്ഷേ ഇവിടെ ലിക്വിഡിറ്റി റേഷ്യോൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലിക്വിഡ് അസറ്റ് ഓർ ക്വിക്ക് അസറ്റ് ടു കറണ്ട് ലയബിലിറ്റീസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ദി ഇൻസ്റ്റൻറ്റ് ഡെറ്റ് പേയിങ് എബിലിറ്റി ഓഫ് ദി ബിസിനസ് എൻ്റർപ്രൈസസ്. ഒരു ബിസിനസ്സിന് എത്ര സ്പീഡിൽ അതിൻ്റെ ഡെറ്റ് പേ ചെയ്യാൻ പറ്റുമോ ആ ഒരു എബിലിറ്റീനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലിക്വിഡിറ്റി റേഷ്യോ അല്ലെങ്കിൽ ക്വിക്ക് റേഷ്യോ ചെയ്യുന്നത്. അതിൻ്റെ വേറൊരു പേരാണ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ആസിഡ് നമുക്കറിയാലോ, അത് തൊട്ട് കഴിഞ്ഞാൽ പൊള്ളുക. അപ്പം അത്രയും സ്പീഡിലാണ് അതിൻ്റെ ആ പേ ഓഫ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവിടെ കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? എലിമിനേറ്റ് ഓൾ പോസിബിൾ ഇല്ലിക്വിഡ് എലമെൻറ്റ്സ് ഫ്രം കറണ്ട് അസറ്റ്. നമ്മൾ കറണ്ട് അസറ്റ് എടുക്കുക, അതിൽ സാധ്യമായിട്ടുള്ള എല്ലാറ്റിനും നമ്മൾ എടുത്തിട്ട് പറ്റാത്തതിനൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് നിയർ മണി റേഷ്യോ. പൈസയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നിയർ മണി റേഷ്യോ ആണിത്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ലിക്വിഡ് റേഷ്യോ ഈക്വൽ ടു ലിക്വിഡ് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി. നമുക്കിപ്പോൾ തന്നെ ഇക്വേഷൻ പഠിക്കാം. കറണ്ട് റേഷ്യോ പഠിക്കുമ്പോൾ കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി ആയിരുന്നു. ഇവിടെ ലിക്വിഡ് റേഷ്യോ പഠിക്കുമ്പോൾ നമ്മൾ ആ കറണ്ട് അസറ്റ് ഒന്ന് മാറ്റിയിട്ട് അത് എന്ത് അസറ്റാക്കി മാറ്റുക? ലിക്വിഡ് അസറ്റാക്കി മാറ്റുക. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഈ ക്വിക്ക് റേഷ്യോൻ്റെ കോമ്പോണൻറ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ നമുക്കറിയാം, ഇക്വേഷൻ നോക്കുമ്പോൾ തന്നെ രണ്ട് കോമ്പോണൻ്റ് ആവും. ഒന്ന് ക്വിക്ക് അസറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് അസറ്റും പിന്നെ കറണ്ട് ലയബിലിറ്റിയാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കാം ഈ ക്വിക്ക് അസറ്റിൽ വരേണ്ടത്? ഏറ്റവും സ്പീഡിൽ ക്യാഷ് ആക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നതും എന്നാൽ വാല്യൂ ഒട്ടും കുറയാതെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ അസറ്റിനെയും ക്വിക്ക് അസറ്റ് എന്ന് പറയും. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും? ക്വിക്ക് അസറ്റിൽ പ്രധാനമായിട്ട് എല്ലാ കറണ്ട് അസറ്റ്സും വരും. പക്ഷേ അവിടെ ഇൻവെൻറ്ററീസ് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഈ രണ്ട് സംഭവങ്ങൾ നമ്മൾ എടുക്കില്ല. കാരണം ഇത് രണ്ടും നമുക്ക് അത്രത്തോളം ഫാസ്റ്റായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ കറണ്ട് അസറ്റ് എല്ലാം എടുക്കുമെങ്കിലും എക്സെപ്റ്റ്, ഇങ്ങനെ തന്നെ പഠിക്കുക, എക്സെപ്റ്റ് ഏതൊഴികെ ഇൻവെൻറ്ററി ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. അപ്പോൾ ലിക്വിഡ് അസറ്റ്സ് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സ് തന്നെയാണ്. അപ്പോൾ കറണ്ട് അസറ്റിൽ നിന്ന് എന്ത് കുറയ്ക്കണം എന്നാണ് പറയുന്നത്? നമ്മൾ മെയിനായിട്ട് പ്രീപെയ്ഡ് എക്സ്പെൻസും സ്റ്റോക്കും കുറയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി ആ സ്റ്റോക്കിൽ ഉൾപ്പെടുത്താത്തത് എന്തൊക്കെയാണ്? ക്വിക്ക് അസറ്റ്. എന്തുകൊണ്ടാണ് സ്റ്റോക്കിനെ ഉൾപ്പെടുത്താൻ? കാരണം അത് ചിലപ്പം ക്യാഷാക്കി മാറ്റാൻ കുറേ സമയം എടുത്തു എന്ന് വരും. സിമിലർലി ക്യാഷ് വിൽ ബി റിയലൈസ്ഡ് ഫ്രം ദ പ്രീപെയ്ഡ് എക്സ്പെൻസസ്. അതേപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസസും ക്യാഷ് ഇങ്ങോട്ടേക്ക് കിട്ടണമെങ്കിൽ പ്രത്യേകിച്ച് നോ ക്യാഷ് വിൽ ബി റിയലൈസ്ഡ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഇങ്ങോട്ടേക്ക് ഒരു ക്യാഷ് ഒന്നും അവിടെ നമുക്ക് കിട്ടുന്നില്ല. കാരണം ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ നമ്മൾ എഴുതുന്നൊരു ഐറ്റാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്, പ്രീപെയ്ഡോ കാണിക്കുന്നത്. പക്ഷേ ക്യാഷ് ഇങ്ങോട്ട് കിട്ടുന്നില്ല. കറണ്ട് ലയബിലിറ്റീസ് എപ്പോഴും എന്താണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില എക്സ്പേർട്സ് പറയുന്നത് ലിക്വിഡ് ലയബിലിറ്റീസിൽ വരുന്നത് എന്തൊക്കെയാണെന്നുള്ളതാണ്. argue that the firm avails to overdraft facility more or less on a regular basis. In such a cases, quick ratio is found by dividing quick asset by quick liabilities എടുക്കാം. ക്വിക്ക് ലയബിലിറ്റീസ് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പേ ഓഫ് ചെയ്യേണ്ടത് മൈനസ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റിന്ന് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് മൈനസ് ചെയ്യുക. ബട്ട് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി മേ ബി വിഡ്രോൺ അറ്റ് എനി ടൈം. ദിസ് മീൻസ് ഇറ്റ് ഇസ് പേയബിൾ ഓൺ ഡിമാൻഡ്. ഹിയർ ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ക്വിക്ക് ലയബിലിറ്റി. അപ്പോൾ കറണ്ട് ലയബിലിറ്റി ടേക്കൺ ഫോർ ദ കമ്പ്യൂട്ടേഷൻ. ഇൻ ദിസ് ബുക്ക് കറണ്ട് ലയബിലിറ്റീസ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ക്വിക്ക് റേഷ്യോ. ഇവിടെ നമ്മൾ കറണ്ട് ലയബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് തന്നെ എടുക്കുന്നത്. ശരിക്കും ഓവർ ഡ്രാഫ്റ്റ് മൈനസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു സിലബസ് പ്രകാരം നോക്കുകയാണെന്ന് വെച്ചാൽ ഇതിൽ കറണ്ട് ലയബിലിറ്റി എല്ലാം എടുക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് നല്ലൊരു ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്വിക്ക് റേഷ്യോ എപ്പോഴും 1:1 ആണ് കൺസിഡർ. അതാണ് ഒരു സാറ്റിസ്ഫാക്ടറി ഓർ ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത്. കാരണം ലിക്വിഡ് അസറ്റ്സ് ആർ ജസ്റ്റ് ഈക്വൽ ടു കറണ്ട് ലയബിലിറ്റീസ്. ക്വിക്ക് റേഷ്യോ 1:1 ഓർ മോർ ദാൻ 1:1 ആണെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ഫേം വളരെ നല്ലതാണ്. എപ്പോഴും 1:1 എങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇതിൻ്റെ മീനിങ് എന്താ? 1:1 പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ക്വിക്ക് അസറ്റിന് തുല്യമായിട്ടാണ് ക്വിക്ക് ലയബിലിറ്റി, അല്ലെങ്കിൽ ക്വിക്ക് ലയബിലിറ്റിക്ക് അതിനെ പേ ഓഫ് ചെയ്യാൻ അത്രയ്ക്കുള്ള അസറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി 1:1 കുറവാണെങ്കിലോ അപ്പോൾ അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അൺസൗണ്ട് ആണെന്ന് പറയാം. കാരണം ആ ഫേമിന് അത്രത്തോളം അതിൻ്റെ ലയബിലിറ്റി ഒന്നും പെട്ടെന്ന് പേ ഓഫ് ചെയ്യാൻ പറ്റില്ല. അത് ഡ്യൂ ആകുമ്പോൾ തന്നെ പേ ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്.
ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കറണ്ട് റേഷ്യോ ഐഡിയൽ ആവുന്ന എപ്പോഴും 2:1 കാരണം ഒരു 1 എന്ന് പറയുന്ന ലയബിലിറ്റി ആണെങ്കിൽ അതിനെ നികത്താൻ നമുക്ക് 2 ഇരട്ടി അസറ്റ് ഉണ്ട് എന്ന് കാണാം. അപ്പോൾ 2:1 കറണ്ട് റേഷ്യോയിൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ലിക്വിഡ് റേഷ്യോയിൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 1:1 ഇനി ഇതിൻ്റെ ഈ ക്വിക്ക് റേഷ്യോൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്വിക്ക് റേഷ്യോനെ കൺസിഡർ ചെയ്യുന്നത് തന്നെ കറണ്ട് റേഷ്യോൻ്റെ സുപ്പീരിയർ ആയിട്ടാണ്. ക്വിക്ക് റേഷ്യോ ഡിറ്റർമിൻ ചെയ്യുന്ന ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷനെയാണ് കാണിക്കുന്നത്. ഏറ്റവും നന്നായിട്ട് ഒരു ഫേമിനെ ലിക്വിഡിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണത്. ഇൻസ്റ്റന്റ് ഡെറ്റ് പേയിങ് എബിലിറ്റിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത്ര പെട്ടെന്നായിട്ട് ഇറ്റ് ഈസ് ആൻ ഇംപ്രൂവ്മെന്റ് ഓഫ് കറണ്ട് റേഷ്യോ ബിക്കോസ് കറണ്ട് റേഷ്യോ ആദ്യം വരുന്നത് അതിൻ്റെ ഒരു ഇംപ്രൂവ്മെന്റ് എന്ന ലെവലിലാണ് ക്വിക്ക് റേഷ്യോ വരുന്നത്. പിന്നെ ലിക്വിഡ് റേഷ്യോ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ബാങ്ക്സിനും ഒക്കെയാണ്. ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ക്വിക്ക് റേഷ്യോ എപ്പോഴും ഒരു കോമ്പിനേഷനാണ് കറണ്ട് റേഷ്യോൻ്റെ അല്ലേ, ലിക്വിഡിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പറഞ്ഞു കറണ്ട് റേഷ്യോ എപ്പോഴും ഐഡിയൽ ആവുന്ന 2:1 പക്ഷേ ക്വിക്ക് റേഷ്യോ ഐഡിയൽ എന്ന് പറഞ്ഞാൽ 1:1 ലിക്വിഡിറ്റി പൊസിഷൻ മേ കൺസിഡേർഡ് സാറ്റിസ്ഫാക്ടറി. ഈ രണ്ട് കേസും കറണ്ട് റേഷ്യോ 2:1 ലിക്വിഡിറ്റി റേഷ്യോ 1:1 വന്നാൽ അത് സാറ്റിസ്ഫാക്ടറി ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും ആ ഒരു കറണ്ട് റേഷ്യോയും ക്വിക്ക് റേഷ്യോയും തമ്മിലുള്ള ഒരു ഐഡിയൽ എത്രയാണെന്നുള്ളതാണ് പറയുന്നത്. എപ്പോഴും അതിനേക്കാൾ എക്സസീവും ആവരുത്, കുറവും ആവരുത്. ക്വിക്ക് റേഷ്യോ ഓൾസോ ഷുഡ് നോട്ട് ബി ഫോളോഡ് ബ്ലൈൻഡ്ലി. ഇനി ഇത് മാത്രമായിട്ടും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ബിസിനസ്സിൻ്റെ സൈസും നേച്ചറിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും. അതേപോലെ നമുക്ക് എത്ര ടേൺ ഓവറിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ അതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് നോക്കാം കറണ്ട് റേഷ്യോയും ക്വിക്ക് റേഷ്യോയും തമ്മിൽ. കറണ്ട് റേഷ്യോ എപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഫേം അതിൻ്റെ കറണ്ട് ലയബിലിറ്റി ഒരു വർഷത്തിനുള്ളിൽ പേ ഓഫ് ചെയ്യാൻ കഴിവുണ്ടോ എന്നാണ് നോക്കുന്നത്. ക്വിക്ക് റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ കറണ്ട് ലയബിലിറ്റി ഒരു മാസത്തിനുള്ളിൽ പേ ഓഫ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് കറണ്ട് റേഷ്യോ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് ഏത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയാണ്. ബട്ട് ക്വിക്ക് റേഷ്യോ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണ്, ക്വിക്ക് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലാണ്. ഇനി കറണ്ട് റേഷ്യോൻ്റെ കേസിൽ ഐഡിയൽ സ്റ്റാൻഡേർഡ് എപ്പോഴും 2:1 ക്വിക്ക് റേഷ്യോൻ്റെ ബേസിൽ 1:1 പറയുന്നത്. ഇൻവെൻട്രീസ് എപ്പോഴും കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കും, പക്ഷേ അതേസമയം ക്വിക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന് ഇൻവെൻട്രീസ് ഒക്കെ അവിടെ നിന്ന് മൈനസ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ 4 ഡിഫറൻസ് ആണ് കറണ്ട് റേഷ്യോ ക്വിക്ക് റേഷ്യോ തമ്മിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. കാൽക്കുലേറ്റ് ദ ക്വിക്ക് റേഷ്യോ ഫ്രം ദ ഫോളോയിങ്. ഡെറ്റേഴ്സ് ഉണ്ട്, ബിൽസ് റിസീവബിൾ, സെക്യൂരിറ്റി, സ്റ്റോക്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ക്യാഷ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ക്വിക്ക് റേഷ്യോ കാണാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്, ക്വിക്ക് റേഷ്യോ ഈക്വൽ ടു ക്വിക്ക് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ ഈ തന്നതിൽ നിന്ന് ക്വിക്ക് അസറ്റ് ഏതൊക്കെയാണ്, ഡെറ്റേഴ്സ്, റിസീവബിൾ, സെക്യൂരിറ്റീസ്, സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും മൈനസ് ചെയ്യണം എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കറണ്ട് അസറ്റ് എല്ലാം എടുത്തിട്ട് അതിന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും ലെസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഡെറ്റേഴ്സും ബിൽസ് റിസീവബിളും മാർക്കറ്റബിൾ സെക്യൂരിറ്റിയും ക്യാഷും എടുക്കുക, അത്ര മാത്രം എടുത്താൽ മതി. അപ്പോൾ കറണ്ട് അസറ്റ് പകരം ക്വിക്ക് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റിയാണ് എടുക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ക്വിക്ക് അസറ്റ് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെറ്റേഴ്സും റിസീവബിൾസും സെക്യൂരിറ്റീസും ക്യാഷും എടുക്കുക. ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും. അപ്പോൾ നമുക്ക് ക്വിക്ക് റേഷ്യോ കാണുമ്പോൾ 3,60,000 by 4,80,000 ഈക്വൽ ടു 0.75 1 എന്നാണ് പറയുന്നത്. എന്താണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്, ഇവിടെ ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് 1:1 ആണ് വേണ്ടിയിരുന്നത്, പക്ഷെ അതിനേക്കാൾ കുറവാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഓരോ രൂപയുടെ ലയബിലിറ്റി മീറ്റ് ചെയ്യാനും അതിനുള്ള ക്വിക്ക് അസറ്റ് ആകെ 75 പൈസയെ കയ്യിലുള്ളൂ. 1 രൂപയുടെ കറണ്ട് ലയബിലിറ്റി പേ ഓഫ് ചെയ്യാൻ 1 രൂപ പോലും കയ്യിലില്ല, ജസ്റ്റ് 75 പൈസ ആവുന്നുള്ളൂ. അപ്പോൾ അത് ഫേം ഒരുപാട് ഡിഫിക്കൽട്ടീസ് അതിൻ്റെ ലയബിലിറ്റീസ് മീറ്റ് ചെയ്യുന്നതിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അവരുടെ ലിക്വിഡിറ്റി പൊസിഷൻ ഇവിടെ എന്താണ്, സാറ്റിസ്ഫാക്ടറി അല്ല അല്ലെങ്കിൽ പുവർ ആണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ ആണ് ക്വിക്ക് റേഷ്യോ. അതിൻ്റെ കാൽക്കുലേഷൻ, അതിൻ്റെ ഇക്വേഷൻ, ഡിഫറൻസ് എന്നൊക്കെ പഠിച്ചോളാം. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലിവറേജ് റേഷ്യോസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ സോൾവെൻസി റേഷ്യോസ്. എന്താണ് സോൾവെൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫേമിന് അതിൻ്റെ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാനുള്ള കഴിവിനെയാണ് സോൾവെൻസി എന്ന് പറയുന്നത്. അത് ഷോർട്ട് ടേം ആയിരിക്കാം, ലോങ് ടേം സോൾവെൻസി ആയിരിക്കാം. ഷോർട്ട് ടേം സോൾവെൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഷോർട്ട് ഓർ കറണ്ട് ഒബ്ലിഗേഷൻസ് കൃത്യമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുക, അതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലോങ് ടേം സോൾവെൻസിനെയാണ് എന്ത് പറയുന്നത്, കപ്പാസിറ്റി ഓഫ് ദ ഓർ ദ എബിലിറ്റി ഓഫ് എ ഫേം ടു റീപേ ലോങ് ടേം ലയബിലിറ്റീസ് അലോങ് വിത്ത്
ഇൻട്രസ്റ്റ് ഡ്യൂ ഓൺ ദം റെഗുലർലി. അപ്പോൾ ലോങ് ടേം ആയിട്ട് ലയബിലിറ്റീസിനെ മീറ്റ് ചെയ്യാൻ പറ്റും, ഒപ്പം തന്നെ അതിനൊക്കെ ഇൻട്രസ്റ്റും കൊടുക്കേണ്ടതായിട്ട് വരും. അത് കൃത്യമായിട്ട് ചെയ്യാന്നുള്ള. ലോങ് ടേം ലയബിലിറ്റീസിൽ എന്തൊക്കെ വരും? ഡിബഞ്ചർ, ലോങ് ടേം ലോൺസ് ഒക്കെ ഇതിൽ ഉൾപ്പെടും. സോ ലോങ് ടേം സോൾവൻസി എന്ന് പറയുന്നത് ലോങ് ടേം ലിക്വിഡിറ്റി തന്നെയാണ് പറയുന്നത്. സോൾവൻസി ജനറലി മീൻസ് ലോങ് ടേം സോൾവൻസി. അപ്പോൾ സോൾവൻസിനെ കോമൺ ആയിട്ട് നമുക്ക് പറയുകയാണെന്ന് വെച്ചാൽ അത് ലോങ് ടേം സോൾവൻസിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സോൾവൻസി അല്ലെങ്കിൽ ലിവറേജ് റേഷ്യോ എപ്പോഴും യൂസ് ചെയ്യുന്നത് ലോങ് ടേമിലുള്ള നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷനാണ് അവിടെ മെഷർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ റേഷ്യോ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ അനലൈസ് ചെയ്യാനാണ്. അപ്പോൾ ഈ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെറ്റും ഇക്വിറ്റിയും എങ്ങനെ അറേഞ്ച് ചെയ്തിട്ടാണ് ഈ ഫേം വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് 2 ടൈപ്സ് ഓഫ് സോൾവൻസി അല്ലെങ്കിൽ ലിവറേജ് റേഷ്യോസ് ഉള്ളത്. ഒന്ന് സ്ട്രക്ചറൽ റേഷ്യോ, ഒന്ന് കവറേജ് റേഷ്യോസും. അപ്പോൾ സ്ട്രക്ചറൽ ആൻഡ് കവറേജ് റേഷ്യോ ഉൾപ്പെടുന്നതാണ് സോൾവൻസി റേഷ്യോ എന്ന് പറയുന്നത്. എന്താ സ്ട്രക്ചറൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായിട്ടും ഓൺഡ് ക്യാപിറ്റലും ബോറോഡ് ക്യാപിറ്റലും തമ്മിലെ റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. ഈ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റ് ഐറ്റത്തിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഓർമ്മയിൽ വരേണ്ടത് ഓണേഴ്സിൻ്റെ ക്യാപിറ്റലും എത്ര കടമായിട്ട് വാങ്ങിയതും അത്രയാണ്. ദീസ് ആർ കാൽക്കുലേറ്റഡ് ദ എബിലിറ്റി ടു നോ ദ എബിലിറ്റി ഓഫ് ദ ഫേം ടു റീപേ ദ പ്രിൻസിപ്പൽ എമൗണ്ട് വെൻ ഡ്യൂ. ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് ഡ്യൂ ആവുന്ന സമയത്ത് അതെങ്കിലും അടയ്ക്കാൻ ഫേമിന് കഴിയുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. കവറേജ് റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ട് ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, സ്ട്രക്ചറൽ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ബാലൻസ് ഷീറ്റ് എന്നും കവറേജ് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുമാണ്. ഇവിടെ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഡിവിഡൻഡ് റെഗുലറായി കൊടുക്കാൻ പറ്റുന്നുണ്ടോ, അതിന് ഇൻട്രസ്റ്റ് ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നുള്ള കപ്പാസിറ്റിയാണ് അവിടെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ സ്ട്രക്ചറൽ റേഷ്യോസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്ട്രക്ചറൽ റേഷ്യോസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ലോങ് ടേം സോൾവൻസി ആണ്. ഈ റേഷ്യോ മെഷർ ചെയ്യുന്നത് എത്രത്തോളം ഫേം ഡെറ്റ് ഫിനാൻസിങ് എടുത്തിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ലോങ് ടേമിലേക്കുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ പറ്റും. സ്ട്രക്ചറൽ റേഷ്യോസിൻ്റെ വേറൊരു പേരാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറൽ റേഷ്യോസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്. ടോട്ടൽ അസറ്റ് ടു ഡെറ്റ് റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ, സോൾവൻസി റേഷ്യോ. അപ്പോൾ പ്രധാനമായിട്ട് 4 റേഷ്യോസ് ആണ് സ്ട്രക്ചറൽ റേഷ്യോയിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ആ പേര് തന്നെ അറിയാം, ഡെറ്റ് ടു ഇക്വിറ്റി. ഇത് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ്. ഒരു ഫേമിൻ്റെ സോൾവൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഈ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇക്വിറ്റിക്ക് അനുസരിച്ച് എത്രത്തോളം ഡെറ്റ് ഫിനാൻസ് ചെയ്തിട്ടുണ്ട് ഈ ഫേമിൽ, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, എക്സ്റ്റേണൽ ഇക്വിറ്റിയും ഇൻറ്റേണൽ ഇക്വിറ്റിയും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ആ ഒരു പേര് കൂടി ഇതിനുണ്ട്, എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേണൽ ഇക്വിറ്റി റേഷ്യോ എന്ന് പറയും. അപ്പോൾ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഈ സംടൈംസ് കോൾഡ് സെക്യൂരിറ്റി റേഷ്യോ എന്ന് പറയാം. ഇതിൽ പ്രധാനമായിട്ട് 2 ഫോമുകളുള്ള ലോങ് ടേം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഉണ്ട്, ടോട്ടൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഉണ്ട്. എന്താണ് ഈ ലോങ് ടേം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ? ഇവിടെ ആ ഒരു റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്നത് ലോങ് ടേം ഡെറ്റും ലോങ് ടേം ഇക്വിറ്റീനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡെറ്റ് ഇക്വിറ്റി എന്ന് പറയുമ്പം ലോങ് ടേമിലേക്കാണെങ്കിൽ ലോങ് ടേം ഡെറ്റ് ബൈ ഇക്വിറ്റി ആയിരിക്കും എൻ്റെ ഇക്വേഷൻ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ലോങ് ടേം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയിൽ വരുന്ന കോമ്പോണൻസ് എന്ന് പറയുന്നത്? പ്രധാനമായിട്ട് ഉള്ള 2 കോമ്പോണൻസ് ആണ് ലോങ് ടേം ഡെറ്റും ഇക്വിറ്റിയും. ലോങ് ടേം ഡെറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? അതായത് ഔട്ട്സൈഡേഴ്സ് നമ്മുടെ ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടിനെയാണ് ലോങ് ടേം ഡെപ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഡിബഞ്ചർ ഉണ്ടാവാം, മോർഗേജ്, മറ്റുള്ള ലോങ് ടേം ലോൺസുകൾ. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ ഇക്വിറ്റി അല്ലെങ്കിൽ ബോറോഡ് ഫണ്ട് എന്ന പേരിലാണ് ഇവ അറിയപ്പെടുന്നത്. അതിൻ്റെ രണ്ടാമത്തെ കോമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇക്വിറ്റിയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ട്. അതിലെന്തൊക്കെയാവാം? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവാം, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവാം, റിസർവ്സ്, സർപ്ലസ്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ ഇൻറ്റേർണൽ ഇക്വിറ്റി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇനി എല്ലാ അക്യൂമുലേറ്റഡ് ലോസസും അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഒക്കെ നമ്മൾ ഈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിൽ എന്താണോ ഉള്ളത് അതിൽ നിന്ന് ഫിക്റ്റീഷ്യസ് ആൻഡ് അക്യൂമുലേറ്റഡ് ലോസ് ഡിഡക്റ്റ് ചെയ്യുകയും അങ്ങനെ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് വർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഒരു ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒന്നില്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് അല്ലെങ്കിൽ നെറ്റ് വർത്ത് മേ ബി യൂസ്, ഈ രണ്ടും യൂസ് ചെയ്യാം. എപ്പോഴും ബെറ്റർ ആയിരിക്കുന്നത് നെറ്റ് വർത്ത് യൂസ് ചെയ്യുന്നതാണ്. നെറ്റ് വർത്ത് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നിന്ന് അക്യൂമുലേറ്റഡ് ലോസും ഫിക്റ്റീഷ്യസ് അസറ്റും കുറച്ചത്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദ 3 ടേംസ്, ഇനി അത് വരുന്ന 3 ടേമുകളാണ്. ഇക്വിറ്റി ഉണ്ടാവും, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഉണ്ടാവും, നെറ്റ് വർത്ത് ഉണ്ടാവും. ജനറലി ആർ വൺ ആൻഡ് ദ സെയിം.
ഇനി അടുത്തതാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ലോങ് ടേം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ നമ്മളിവിടെ നോക്കി. ഇനി എങ്ങനെയാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ദർ ആർ നോ ക്ലിയർ കട്ട് റൂൾസ് റിഗാർഡിംഗ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ്. അങ്ങനെ പ്രത്യേകിച്ച് റൂളൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. എങ്കിലും പ്രിഫറൻസ് ക്യാപിറ്റൽ ഇക്വിറ്റിയിലുണ്ടെങ്കിൽ ഇഫ് ദേ ആർ ഇറീഡീമബിൾ ആണ്, അല്ലെങ്കിൽ റെഡീമബിൾ ആഫ്റ്റർ 12 ഇയേഴ്സ് ആയിരിക്കും. ഒന്നില്ലെങ്കിൽ അത് റെഡീമേ ചെയ്യേണ്ട, അല്ലെങ്കിൽ റെഡീം ചെയ്യുകയാണെങ്കിൽ 12 വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്നതായിരിക്കും. റെഡീമബിൾ വിതിൻ 12 ഇയേഴ്സിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇറ്റ് മേ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡെറ്റ്. അപ്പോൾ ഡെറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വിതിൻ 12 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഡെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളത് ഇക്വിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതിന് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിന് അനുസരിച്ചാണ്. കോമ്പോണൻസ് ഓഫ് ലോങ് ടേം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ മേ ബി ബ്രീഫ്ലി ഗിവൺ ബിലോ. ലോങ് ടേം ഡെറ്റ് പറയുമ്പോൾ എന്തൊക്കെ വരും? ഡിബെഞ്ചർ വരും, മോർഗേജ് വരും, എല്ലാ ലോങ് ടേം ലോൺസും വരും. ഇക്വിറ്റി ഓർ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രിഫറൻസ് ക്യാപിറ്റൽ, എല്ലാ റിസർവ്സും സർപ്ലസും. അപ്പോൾ ഈ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ടോട്ടൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഡെറ്റ് ബൈ ഇക്വിറ്റി ആയിരിക്കും വരിക. ഇനി ഇതിൻ്റെ കോമ്പോണൻസ് നമ്മൾ പറഞ്ഞു, രണ്ടെണ്ണമാണ് ഷോർട്ട് ടേമും ലോങ് ടേമിലേക്കുള്ളത്. ഇതിൽ ടോട്ടൽ ഡെറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഡെറ്റ് പ്ലസ് കറണ്ട് ലയബിലിറ്റി ആണ്. ഡിനോമിനേറ്റർ ഐദർ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആവാം, അല്ലെങ്കിൽ നെറ്റ് വർത്ത് ആയിരിക്കാം എന്നാണ് പറയുന്നത്. ഇനി ഓതറിൻ്റെ ഒപ്പീനിയനിൽ പറയുന്നത് പ്രിഫറൻസ് ഷെയർസിനെ നമ്മൾ ഷെയർ ക്യാപിറ്റലിനെ ഇക്വിറ്റിയുടെ ഭാഗമായിട്ട് എടുക്കാനാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് ബിക്കോസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രോഫിറ്റ് ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ നമുക്ക് ഡിവിഡൻറ്റുകൾ കൊടുക്കാൻ പറ്റാതെയാവും. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഡസ് നോട്ട് ബ്രിങ് എനി ഫിനാൻഷ്യൽ റിസ്ക് ടു ദ ഫേം. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഒരു ഫിനാൻഷ്യൽ റിസ്ക് അവിടെ ഉണ്ടാവുന്നില്ല. വെൻ സ്റ്റുഡൻസ് ആർ ആസ്ക്ഡ് ടു കമ്പ്യൂട്ട് മിയർലി ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, അതായത് നമുക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാൻ പറയുകയാണ്. പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ലോങ് ടേം ഓർ ടോട്ടലിനെ കുറിച്ചൊന്നും പറയുന്നില്ല കൃത്യമായിട്ട്. എങ്കിൽ ദേ ആർ അഡ്വൈസ് ടു കാൽക്കുലേറ്റ് ലോങ് ടേം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. അപ്പോൾ ലോങ് ടേം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആയിരിക്കും അവിടെ അവർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്? നമ്മുടെ ക്വിക്ക് റേഷ്യോ പോലെ തന്നെ 1:1 തന്നെയാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ്. കാരണം നമുക്ക് ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന ഫണ്ട് അതിന് തുല്യമായിട്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടും ഈക്വൽ ആണ് എന്ന് പറയണം എന്നുള്ളതാണ് പറയുന്നത്. ചില എക്സ്പേർട്ടുകൾ പറയുന്നത് 2:1 വരണം എന്നുള്ളതൊക്കെ തന്നെയാണ്. എന്നാലും ലോവർ ദ റേഷ്യോ ബെറ്റർ ഇറ്റ് ഈസ്. അപ്പോൾ ഈ റേഷ്യോ എപ്പോഴും കുറവാവുകയാണ് വേണ്ടത്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഓഫ് 2:1 ഈസ് ദ നോം ആക്സെപ്റ്റഡ് ബൈ പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസ്. പ്രൈവറ്റ് സെക്ടറിലെ എൻ്റർപ്രൈസസ് ഒക്കെ എടുക്കുന്ന ഐഡിയൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 തന്നെയാണ്. പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസുകൾ എടുക്കുന്നത് 1:1 ആണെന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? പ്രധാനമായിട്ട് ലോങ് ടേം ക്രെഡിറ്റേഴ്സിനാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം എത്രത്തോളം ക്രെഡിറ്റേഴ്സിന് പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ് ഇത് കാണിക്കുന്നത്. ഹൈ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുമ്പം അത്രത്തോളം ക്രെഡിറ്റേഴ്സ് സേഫാണ്. ലോ റേഷ്യോ ആണ് കാണിക്കുന്നതെങ്കിൽ ക്രെഡിറ്റേഴ്സിന് റിസ്ക് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. എപ്പോഴും നമ്മൾ പറഞ്ഞ ഹൈ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹയർ പ്രൊപ്പോർഷനാണ് ഡെറ്റ് കണ്ടന്റ് ഉണ്ട് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് റിട്ടേൺ ഒക്കെ ഇൻക്രീസ് ചെയ്യാനും ഏണിംഗ് പെർ ഷെയർ ഒക്കെ കൂടാനൊക്കെ സാധ്യത ഉണ്ട് അവിടെ. ലോവർ ദാൻ ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് ഇൻക്രീസ് ചെയ്യാൻ പക്ഷേ ഒപ്പം തന്നെ ഡെറ്റ് കൂടുന്തോറും അവിടെ എന്ത് വരുന്നുണ്ട്? ഫിനാൻഷ്യൽ റിസ്ക്കും അവിടെ കൂടുന്നുണ്ട്. സോ നോർമലി കോസ്റ്റ് ഓഫ് ഡെറ്റ് എപ്പോഴും ചീപ്പറാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയെക്കാട്ടിലും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഓൺ ഡെറ്റ് ഒരു ഡിഡക്റ്റബിൾ എക്സ്പെൻസസ് ആണ് ഫോർ ടാക്സ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ആ റീസൺ കൊണ്ട് തന്നെ അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ ഹൈ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ മേ ബി അഡോപ്റ്റഡ് ടു ടേക്ക് അഡ്വാൻറ്റേജ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെപ്പോഴും ഹൈ ഇക്വിറ്റി റേഷ്യോ ആണ് അവിടെ നോക്കുന്നത്. കാരണം ഈ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് അവിടെ എടുക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. ലോ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലെസർ ക്ലെയിം ഓഫ് ക്രെഡിറ്റേഴ്സും ഹയർ മാർജിൻ ഓഫ് സേഫ്റ്റിയാണ് അവിടെ കാണിക്കുന്നത്. അതും അൺഫേവറബിൾ കണ്ടീഷനിലാണെങ്കിൽ അതിൽ ലോ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എപ്പോഴും നല്ലത് എന്നുള്ളതാണ് പറയുന്നത്. ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. 20,000 ഇക്വിറ്റി ഷെയർസ് 10 rupees ഈച്ച് ഫുള്ളി പെയ്ഡ് 2 lakh ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് 10,000 9% പ്രിഫറൻസ് ഷെയർസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 10 രൂപയാണ്. റിസർവ് ഉണ്ട്, P&L അക്കൗണ്ടിന് ഡെബഞ്ചേഴ്സ് ഉണ്ട്, പ്രിലിമിനറി എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഡെറ്റ് ബൈ ഇക്വിറ്റി ആണല്ലോ. അപ്പോൾ ലോങ് ടേം ഡെറ്റാണ് അവിടെ എടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ എടുക്കാനുള്ളത് 15% ഡിബഞ്ചർ മാത്രമാണ് ലോങ് ടേം ഡെറ്റ് ആയിട്ട് വരുന്നത്. ഇനി നെറ്റ് വർത്ത് നമ്മൾ കാണുക എന്ന് പറഞ്ഞാൽ അവിടെ ഇക്വിറ്റി, പ്രിഫറൻസ്, റിസർവ്, P&L ഇത്രയും എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 4,50,000 ആണ്. അതിന് എന്ത് നമുക്ക് ലെസ് ചെയ്യണം? പ്രിലിമിനറി എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യും വേണം. അപ്പോൾ 4,50,000
30 കിട്ടി. അപ്പോൾ ഇക്വിറ്റി റേഷ്യോ ആണെങ്കിൽ 1,50,430 ആണ്. 0.35:1 ആണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയിൽ ഇവിടെ എന്താ പറയുന്നത്, ₹1 ഓരോ 1 രൂപയ്ക്കും അവിടെ ഡെറ്റ് എത്രയേ ഉള്ളൂ, 35 പൈസ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്താണ്, ബിലോ ദ സ്റ്റാൻഡേർഡ് ആണ്. അതുകൊണ്ട് തന്നെ കമ്പനി ഈസ് നോട്ട് ഫിനാൻഷ്യലി സൗണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്ന പ്രിഫറൻസ് ഷെയർസ് ആർ ഇറിഡീമബിൾ എന്നുള്ള ഓപ്ഷനിലാണ് നമ്മൾ ഇക്വിറ്റിയുടെ ഒപ്പം കാൽക്കുലേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പ്രൊപ്രൈറ്ററി റേഷ്യോ ആണ്. പ്രൊപ്രൈറ്ററി റേഷ്യോ ഇതേപോലെ തന്നെ അതിൽ മെയിനായിട്ട് കാണിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ പ്രൊപ്രൈറ്റർമാരുടെ ഫണ്ട് ടോട്ടൽ അസറ്റിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവ തമ്മിൽ റിലേഷൻ, ഷെയർ ഹോൾഡേഴ്സ് ടോട്ടൽ അസറ്റിൽ, ഒരു ഫേമിൻ്റെ ടോട്ടൽ അസറ്റിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് എത്രത്തോളം ഉണ്ട്, അവരുടെ കോൺട്രിബ്യൂഷൻ എത്ര ഉണ്ട് എന്നുള്ളത് കാണിക്കണം പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറയുന്നത്. ഇതിൻ്റെ വേറൊരു പേരാണ് ഇക്വിറ്റി റേഷ്യോ അല്ലെങ്കിൽ നെറ്റ് വർത്ത് റേഷ്യോ എന്ന് പറയുന്നത്. പ്രൊപ്രൈറ്ററി റേഷ്യോൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞു ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ടോട്ടൽ അസറ്റിൽ. അപ്പോൾ അത് തന്നെയാണ് ഇക്വേഷൻ. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ബൈ ടോട്ടൽ അസറ്റ് ആണ് ഇവിടെ നോക്കുന്നത്. ഇനി അതിൽ പ്രൊപ്രൈറ്ററി റേഷ്യോ എക്സ്പ്രസ് ചെയ്യുന്നത് 2 തരത്തിലാണ്. ഫസ്റ്റ് വേ എന്ന് പറയുന്നത് പ്രൊപ്പോർഷനായിട്ട്. അപ്പോൾ നമുക്ക് ഈ മുകളിൽ പറഞ്ഞ ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യാം, പ്രൊപ്പോർഷനായിട്ട് കാണിക്കും. സെക്കൻഡ് വേ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ആയിട്ടും പറയും. പെർസെൻറ്റേജ് ആയിട്ട് പറയുമ്പോൾ ഇക്വേഷൻ സെയിം തന്നെയാണ്, × 100 കൂടി ചേർക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇതിൻ്റെ കോമ്പോണൻസ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും ടോട്ടൽ അസറ്റും ആണ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിൽ എന്തൊക്കെ വരും, ഷെയർ ക്യാപിറ്റൽ, അതായത് ഇക്വിറ്റിയും പ്രിഫറൻസും വരും, എല്ലാ റിസർവും സർപ്ലസും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയ പ്രോഫിറ്റുകളും അക്യൂമുലേറ്റഡ് ലോസസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യാം. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിനെ പറഞ്ഞ പേരാണ് പ്രൊപ്രൈറ്റർ ഫണ്ട് അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ ഇന്റേണൽ ഇക്വിറ്റി, നെറ്റ് വർത്ത് എന്നൊക്കെ പറയുന്നു. ടോട്ടൽ അസറ്റിൽ എന്തൊക്കെ വരും, എല്ലാ കറണ്ട് അസറ്റും വരും, നോൺ കറണ്ട് അസറ്റും വരും. റിയലൈസ്ഡ് വാല്യൂ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് കൂടി ഉൾപ്പെടുത്തും. ഫിക്ച്യൂഷ്യസ് അസറ്റ്സിൻ്റെ പ്രിലിമിനറി എക്സ്പെൻസ്, ഡിസ്കൗണ്ട് ഓൺ ഷെയർസ്, ഡിബെഞ്ചർ, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ അതെല്ലാം ഒഴിവാക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ ഈ റിയലൈസബിൾ വാല്യൂ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ് ലൈക്ക് ഗുഡ് വിൽ നോട്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, ഗുഡ് വില്ലിൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ സ്റ്റുഡൻസ് എന്ത് ചെയ്യണം, അത് മെൻഷൻ ചെയ്യുക. അതിൻ്റെ അസംഷൻ വെദർ ഗിവൺ വാല്യൂ വിൽ ബി റിയലൈസ്ഡ് ഓർ റിയലൈസബിൾ വാല്യൂ വിൽ ബി നിൽ എന്നുള്ളത് അവിടെ കൊടുക്കുക. ഇനി നല്ലൊരു സ്റ്റാൻഡേർഡ് പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഷ്യോ 0.5:1 ആണ്, അല്ലെങ്കിൽ 50% ഓർ മോർ ആണ് നല്ലൊരു ഐഡിയൽ പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇത് ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്തിനെ കാണിക്കുന്നതാണിത്. ക്രെഡിറ്റേഴ്സിനാണ് ഈ ഒരു റേഷ്യോ അറിയാൻ ഭയങ്കര താല്പര്യം ഉണ്ടാവുക, കാരണം അവർക്ക് ഇത് ഫേമിന് കടം കൊടുത്ത് വീട്ടാൻ കഴിവുണ്ടോ എന്നും കൂടിയാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. പ്രൊപ്പോർഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എത്ര ഉണ്ട്, ടോട്ടൽ അസറ്റിൽ അവരുടെ എത്ര ഭാഗം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷനും കൂടി അറിയാൻ പറ്റും. ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഹൈ റേഷ്യോ ആണ് ഇവിടെ കാണിക്കേണ്ടത്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് അവിടെ സേഫ് ആണെന്നുള്ളതാണ് പറയുന്നത്. ലോ റേഷ്യോ വരുമ്പോൾ അവിടെ ക്രെഡിറ്റേഴ്സിന് ഭയങ്കര റിസ്ക് ആണെന്നുള്ളതാണ് പറയുന്നത്. ഹൈ റേഷ്യോ എപ്പോഴും കാണിക്കുന്നത് ലെസ് ഡിപ്പെൻഡൻ്റ് ഓൺ ക്രെഡിറ്റേഴ്സിന് അത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഹയർ പ്രൊപ്രൈറ്ററി റേഷ്യോ ആണ് എപ്പോഴും നല്ലൊരു ഫിനാൻഷ്യൽ പൊസിഷനെ കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. ഇക്വിറ്റി ഉണ്ട്, പ്രിഫറൻസിൻ്റെ, റിസർവ് ഉണ്ട്, PNL ഉണ്ട്, 7% ഡിബെഞ്ചർ ഉണ്ട്, സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ, കറണ്ട് അസറ്റ്സ് തന്നിട്ടുണ്ട്, ഫിക്സഡ് അസറ്റ് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ പ്രൊപ്രൈറ്ററുടെ ഫണ്ടാണ് അല്ലേ. പ്രൊപ്രൈറ്ററുടെ ഫണ്ട് എങ്ങനെയൊക്കെയാണ്, ഇക്വിറ്റി, പ്രിഫറൻസ്, റിസർവ്, PNL. അപ്പോൾ 4,20,000. ഇനി ടോട്ടൽ അസറ്റ് വേണമെന്ന് പറയുമ്പം കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റും എടുക്കുക, ഇൻവെസ്റ്റ്മെൻറ്റും എടുക്കുക. അപ്പോൾ 7 lakh. അപ്പോൾ 7 lakh അപ്പോൾ പ്രൊപ്രൈറ്ററി റേഷ്യോയിൽ നമ്മൾ പ്രൊപ്രൈറ്ററുടെ ഫണ്ട് 4,20,000 ഡിവൈഡ് ബൈ 7 lakh ചെയ്യുമ്പോൾ 0.6:1, അതായത് 60%. പ്രൊപ്പോർഷനിൽ പറയുമ്പോൾ 0.6:1 ശതമാനത്തിൽ നമ്മൾ പറയുന്നത് 60% ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഓരോ രൂപയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അസറ്റിൽ, അപ്പോൾ അതിന് ബദലായിട്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ 60 പൈസ അതിൽ വരുന്നുണ്ട്. 1 രൂപയിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ 60 പൈസ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം 60% ഓഫ് ദ ടോട്ടൽ റിസോഴ്സും യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നത്തേൽ ലിക്വിഡ് റേഷ്യോ പഠിച്ചു. അതേപോലെ തന്നെ ഇതിൽ 4 തരത്തിലുള്ള റേഷ്യോസാണ് ഇവിടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. കറണ്ട് റേഷ്യോയും ക്വിക്ക് റേഷ്യോയും, കറണ്ട് റേഷ്യോ ലാസ്റ്റ് ക്ലാസ്സിലെ, ക്വിക്ക് റേഷ്യോ കംപ്ലീറ്റ് ആയ ഡിഫറൻസ്, പിന്നെ ലിവറേജ് റേഷ്യോസ്. ലിവറേജ് റേഷ്യോയിൽ പ്രധാനമായിട്ട് വരുന്നത് സ്ട്രക്ചറൽ റേഷ്യോസും കവറേജ് റേഷ്യോസുമാണ്. അതിൽ സ്ട്രക്ചറൽ റേഷ്യോയിൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ നമ്മൾ നോക്കി.
അതിൽ പ്രധാനമായിട്ട് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കി, ടോട്ടൽ അസറ്റ് ടു ഡെറ്റ് റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ, ഇത്രയും നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓരോ റേഷ്യോ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇക്വേഷൻ പഠിക്കുക, അതിൻ്റെ കാൽക്കുലേഷൻ പഠിക്കുക, അതിൻ്റെ സ്റ്റാൻഡേർഡ് എത്രത്തോളമാണ്, ഓരോ ഐഡിയൽ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് പറയുക. അതിന് ശേഷം അത് ഇൻ്റർപ്രറ്റ് ചെയ്യാനും പഠിക്കുക. അതായത് ചില റേഷ്യോ കൂടി നിൽക്കുന്നത് നല്ലത്, ചിലത് കുറഞ്ഞ് നിൽക്കണം എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അത് അതിനനുസരിച്ചിട്ട് പ്രാധാന്യം അനുസരിച്ച് തന്നെ നിങ്ങളത് പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.